സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 40 28 മുതൽ 31 വരെ. നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവിടുന്ന് ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവിടുത്തെ ബുദ്ധി അപ്രമേയമത്രേ. അവിടുന്ന് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെപ്പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, ഈ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങൾക്കൊപ്പം അല്പസമയം തിരുവചനം ധ്യാനിക്കുവാൻ ഈ മാധ്യമത്തിലൂടെ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത്, അവസരത്തെ ഓർത്ത്, ഈ നല്ല സമയത്തെ ഓർത്ത് ആദ്യം നിങ്ങൾക്കൊപ്പം ത്രിയേക ദൈവത്തിന് നന്ദി അർപ്പിക്കട്ടെ. നാം വായിച്ചു കേട്ട വേദഭാഗം നമുക്ക് വളരെ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്, ആശ്വാസം നൽകുന്നതാണ്, സമാധാനം നൽകുന്നതാണ്. ചുരുക്കത്തിൽ നമ്മുടെ കണ്ണുനീരുകളെ തുടയ്ക്കുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ നാം പലപ്പോഴും മാനസികമായോ ശാരീരികമായോ ആത്മീയമായോ ക്ഷീണിച്ചു പോകാറുണ്ട്. ഈ 3 വിധത്തിൽ, വീണ്ടും പറയട്ടെ, മാനസികമായോ ശാരീരികമായോ ആത്മീയമായോ ഉള്ള ക്ഷീണങ്ങൾ, ഇത് നമ്മെ ചിലപ്പോഴൊക്കെ ബാധിക്കാറുണ്ട്. എന്നാൽ ആ സമയം അനേകർ ചെയ്യുന്നത് ജീവിതത്തിൽ നിന്നും ഓടി ഒളിക്കലാണ്. ഒരു മുറിയിൽ അവർ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ, അവരുടെ പ്രിയപ്പെട്ടവരെ, വേണ്ടപ്പെട്ടവരെ, ചാർച്ചക്കാരെ, ബന്ധുജനങ്ങളെ, സുഹൃത്തുക്കളെ ഒക്കെ അഭിമുഖീകരിക്കുവാൻ അവർക്കുണ്ടായ ആ ക്ഷീണം അഥവാ ആ തോൽവി, ആ പരാജയം കാരണമായി തീർന്നു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരിൽ ഈ മാനസികമായ ക്ഷീണത്തിൽ, ഈ ശാരീരികമായ ക്ഷീണത്തിൽ, ഈ ആത്മീയമായ ക്ഷീണത്തിൽ നിങ്ങളായിരിക്കുന്നുവോ? നിങ്ങളെ ദൈവം കേൾപ്പിക്കുവാൻ ദൈവം എനിക്ക് നൽകിയ സന്ദേശം പ്രാർത്ഥനയോടെ ശ്രവിക്കുക. ഈ വചനം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതെ, മറ്റാർക്കും വേണ്ടിയുള്ളതല്ല. ഇന്ന് ആശ നഷ്ടപ്പെട്ട് ക്ഷീണിച്ച് മാനസികമായി തകർന്ന്, ശാരീരികമായി തകർന്ന്, ആത്മീയമായി തകർന്ന്, ഇനി എൻ്റെ മുന്നിൽ യാതൊരു വഴിയുമില്ല, വഴിമുട്ടിയ അവസ്ഥ, കീറാമുട്ടി പോലെയുള്ള പ്രശ്നങ്ങൾ, കടഭാരം, ജപ്തി ഭീഷണി, ശത്രുക്കളുടെ ഭീഷണികൾ, തോൽവി, ഇല്ലായ്മ, പലവിധ പരാജയങ്ങൾ, ഇതെല്ലാം ചേർത്ത് ക്ഷീണാവസ്ഥയിലാണ്. ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ ശ്രവിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ഒരു വാക്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം. അങ്ങനെയുള്ള ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ, ഒരു സഹപാഠിയായി, സുഹൃത്തായി, പിതാവായി, മാതാവായി, അമ്മയെപ്പോലെ, സഹോദരനെപ്പോലെ, സ്നേഹിതനെപ്പോലെ
ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഭർത്താവിനെ പോലെ, ഭാര്യയെപ്പോലെ, മക്കളെപ്പോലെ, മരുമക്കളെപ്പോലെ, കൊച്ചുമക്കളെപ്പോലെ, വേണ്ടപ്പെട്ടവരെ പോലെ, ചാർച്ചക്കാരെ പോലെ, നല്ല അയൽവാസികളെ പോലെ, അതിലുപരിയായി ഞാൻ ഈ പറഞ്ഞ ബന്ധങ്ങൾക്കെല്ലാം ഉപരിയായി നമ്മെ സ്നേഹിക്കുകയും കരുതുകയും കൈത്താങ്ങൽ നൽകുകയും ചെയ്യുവാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു കർത്താവ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ കരുതുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, ആശീർവദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജീവിതം നിസ്സാരമെന്ന് കണ്ട് ജീവിതം അവസാനിപ്പിക്കരുതേ. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. മകനെ, മകളെ, എൻ്റെ അടുക്കൽ വരിക. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പാദപീഠത്തിൽ മടങ്ങി വരൂ, അഭയം പ്രാപിക്കൂ. ജീവിത വിജയം സുനിശ്ചയം. ആമേൻ.